എടവകപ്പള്ളിയിലെ പുതിയതായി ചാർജ് എടുത്ത അച്ഛന് വളരെ പെട്ടെന്നൊരു കാര്യം മനസ്സിലായി. അതായത് ഇടവകയിലെ പല ആൾക്കാരും അത്ര വെടിപ്പല്ല എന്നുള്ള കാര്യം. അതായത് പലരും കുമ്പസാരിക്കാൻ വരുന്ന സമയത്ത് പറയാനുള്ളത് ഒരേ ഒരു കാര്യമാണ്, അതായത് അവരുടെ അവിഹിത ബന്ധത്തിന്റെ കഥ. ഇത് കേട്ട് മടുത്തിട്ട് അച്ഛൻ അവസാനം പറഞ്ഞു, നിങ്ങൾ ഈ കഥ ഇങ്ങനെ വിസ്തരിച്ച് പറയണ്ട, നിങ്ങൾക്ക് ഈ തെറ്റ് പറ്റുന്ന സമയത്ത് ഞാൻ വീണു എന്ന് പറഞ്ഞാൽ മതിയെന്ന്. അപ്പം ഈ ഒരു കോഡ് ഭാഷ ജനങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പൊ അന്ന് മുതൽ അവര് ഞാൻ വീണു എന്ന് പറഞ്ഞു തുടങ്ങി. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു, ഈ അച്ഛൻ മരിച്ചു. പുതിയതായിട്ട് ചാർജ് എടുത്ത അച്ഛന്റെ മുമ്പിലും ഇവര് ഞാൻ വീണു തന്നെ പറഞ്ഞു തുടങ്ങി. അച്ഛൻ ഈ സംഭവം മനസ്സിലായില്ല. അച്ഛൻ വിചാരിച്ചു പള്ളിയിലേക്ക് വരുന്ന വഴി റോഡിലെ കുഴിയിലെങ്ങാണ്ട് വീണ കാര്യമാണ് ഇവര് പറയുന്നത്. അച്ഛൻ ആകെ വിഷമം. ഈ പള്ളിയിലേക്ക് വരുന്ന ഞങ്ങളുടെ ഇടവക്കാരൊക്കെ ഇങ്ങനെ വീഴുവാണല്ലോ. അങ്ങനെ ഒരു ദിവസം അച്ഛൻ എന്ത് ചെയ്തു, മേയർ വിളിച്ചു പറഞ്ഞു, പള്ളിയിലേക്ക് വരുന്ന വഴിയിലെ റോഡുകളെല്ലാം എത്രയും പെട്ടെന്ന് അടയ്ക്കണമെന്ന്. മേയർ പറഞ്ഞു, പള്ളിയിലേക്ക് വരുന്ന വഴിയിൽ കുഴിയൊന്നും ഇല്ലല്ലോ അച്ഛൻ. അച്ഛൻ അങ്ങോട്ട് ദേഷ്യം വന്നു. എന്നിട്ട് പറഞ്ഞു, എന്റെ പള്ളിയിലേക്ക് വരുന്ന എല്ലാ ആൾക്കാരും കുമ്പസാരിക്കുന്ന സമയത്ത് ഞാൻ വീണു എന്നാ പറയുന്നത്. അപ്പൊ ഇത് മനസ്സിലാക്കി മേയർ പൊട്ടിച്ചിരിച്ചു. മേയറിന്റെ ചിരി സഹിക്കാൻ വയ്യാതെ അച്ഛന് ദേഷ്യം വന്നിട്ട് അച്ഛൻ പറഞ്ഞു, താൻ ഇങ്ങനെ ചിരിച്ചോ? തന്റെ ഭാര്യ കഴിഞ്ഞ ആഴ്ച 6 പ്രാവശ്യം വീണേ. അപ്പം ഏത് ഇടവകയാന്ന് ചോദിക്കല്ലേ, തമാശയായിട്ട് കണ്ടാൽ മതി കേട്ടോ.